ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ 2019-2020 മലയാളം അടിസ്ഥാന പാഠാവലി സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 1, വായിക്കാം, എഴുതാം. താഴെ തന്നിരിക്കുന്ന കവിത വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. നാം 1. ഉണർന്നെണീക്കാം ഇനിമേൽ നമ്മൾക്കൊന്നായി നിന്നിടാം, തിരിച്ചെടുക്കാം മണ്ണിനെ വിണ്ണിനെ വിഷമയമാക്കാതെ, പൊന്മണി നെൽക്കുല വിളഞ്ഞു നിൽക്കും വയലുകൾ കാത്തിടാം, തണൽ വിരിക്കാൻ മരങ്ങൾ നീളെ നട്ടുവളർത്തിടാം, വെള്ളം പേറും കുഞ്ഞിനായി കാവൽ നിന്നിടാം, നല്ലൊരു നാളെ വരാനായി നമ്മൾക്കൊന്നായി നിന്നിടാം. ശിവപ്രസാദ് പെരിയച്ചൂറിൻ്റെ നാം 1 എന്ന കവിതാഭാഗമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ഉള്ള ചോദ്യങ്ങൾ വായിച്ചു നോക്കാം. ആദ്യം കൂട്ടുകാരെന്ത് ചെയ്യുക? കവിതാഭാഗം നന്നായി വായിച്ചു നോക്കുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ആകാശം എന്നതിന് പകരം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആകാശം എന്നതിന് പകരം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം മണ്ണ്, ഭൂമി, വിണ്ണ്. ഇതിലേതാണ്? അതെ, വിണ്ണാണല്ലേ. ആൻസർ എന്താണ്? വിണ്ണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾക്കൊന്നായി നിന്നിടാം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾക്കൊന്നായി നിന്നിടാം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? എ, ഉണർന്നെണീക്കാൻ, ബി, നല്ലൊരു നാളെ വരാൻ, സി, മണ്ണിനെ വിണ്ണിനെ വിഷമയമാക്കാൻ. നമ്മൾക്കൊന്നായി നിന്നിടാം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? അതെ, എന്താണ്? യെസ്, നല്ലൊരു നാളെ വരാനാണല്ലേ. ആൻസർ എന്താണ്? നല്ലൊരു നാളെ വരാൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. തിരിച്ചെടുക്കാം മണ്ണിനെ വിണ്ണിനെ വിഷമയമാക്കാതെ എന്നതുകൊണ്ട് കവി ഉദ്ദേശിച്ചത് എന്തായിരിക്കും? പ്രകൃതിയെ മലിനമാക്കരുത്, മണ്ണിൽ കൃഷി ഇറക്കരുത്, ആകാശം പറവകളുടേതാണ്. ഇതിലേതാണ് റൈറ്റ് ആൻസർ? തിരിച്ചെടുക്കാം മണ്ണിനെ വിണ്ണിനെ വിഷമയമാക്കാതെ എന്തുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് അതെന്താണ്? യെസ്, പ്രകൃതിയെ മലിനമാക്കരുത്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ, പ്രകൃതിയെ മലിനമാക്കരുത്. ഓക്കെ, നാലാമത്തെ ചോദ്യം. കുന്നിന് കാവൽ നിൽക്കണമെന്ന് കവി ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കുന്നിന് കാവൽ നിൽക്കണമെന്ന് കവി ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കുന്നുകൾ ധാരാളം ഉള്ളതുകൊണ്ട്, കുന്നുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിനാൽ, സി എന്താണ്? കുന്നുകളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കേണ്ടതുകൊണ്ട്. ഏതാണ് ആൻസർ? അതെ, ഓപ്ഷൻ ബി, കുന്നുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിനാൽ. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ചോദ്യം നോക്കാം. മരങ്ങൾ നീളെ നട്ടുവളർത്തിയിടാം. ഈ വരിയുടെ ആശയം താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിരനിരയായി മരങ്ങൾ നട്ടുവളർത്താം, നീളമുള്ള മരങ്ങൾ നട്ടുവളർത്താം, മരങ്ങൾ ധാരാളം നട്ടുവളർത്തണം. ഇതിലേതാണ്? മരങ്ങൾ നീളെ നട്ടുവളർത്തിയിടാം എന്ന വരിയുടെ ആശയം? അതെ, മരങ്ങൾ ധാരാളം നട്ടുവളർത്താം എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. മരങ്ങൾ ധാരാളം നട്ടുവളർത്താം. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കിയാലോ. പ്രവർത്തനം 2, വാഗ്മയ ചിത്രം. കുട്ടിരാമമേനോൻ മാസ്റ്ററുടെയും ഗുരുദേവൻ്റെയും ഒക്കെ വാഗ്മയ ചിത്രങ്ങൾ പരിചയപ്പെട്ടല്ലോ. ലോകം മുഴുവൻ നന്മയുടെ പ്രകാശം പരത്തിയ മഹാനാണ് ഗാന്ധിജി. ലളിതമായ വേഷം, സൗമ്യഭാവം, ചിത്രവും സൂചനകളും ഉൾക്കൊണ്ട് ഗാന്ധിജിയുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി വാഗ്മയ ചിത്രം തയ്യാറാക്കുക. ഓക്കെ, കൂട്ടുകാർക്ക് വാഗ്മയ ചിത്രം എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ അറിയാമല്ലോ. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കാം. ലളിതമായ വേഷം, സൗമ്യഭാവം, മുഖത്ത് വട്ടക്കണ്ണട, കാലിൽ മെതിയടി, കയ്യിൽ ഊന്നുവടിയുമായി വരുന്ന ഈ വൃദ്ധൻ ലോകം മുഴുവൻ നന്മയുടെയും സമാധാനത്തിൻ്റെയും പ്രകാശം പരത്തിയ മഹാനായ ഗാന്ധിജിയാണ്. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ഇതുപോലെ വാഗ്മയ ചിത്രം തയ്യാറാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ചോദ്യം നോക്കൂ. പ്രവർത്തനം 3, വിശകലനക്കുറിപ്പാണ്. ഈ വാർത്ത വായിക്കൂ. സൈക്കിൾ വാങ്ങാൻ സുരുക്കൂട്ടിയ പണം നൽകി ചെന്നൈക്കാരി അനുപ്രിയ. തൻ്റെ സമ്പാദ്യക്കുടുക്ക പൊട്ടിക്കുമ്പോൾ 2ാം ക്ലാസ്സുകാരി അനുപ്രിയയുടെ മനസ്സിൽ പ്രളയദുരിതം അനുഭവിക്കുന്ന കേരളം മാത്രമായിരുന്നു. 4 വർഷമായി സൈക്കിൾ വാങ്ങാനായി കൂട്ടിവെച്ച നാണയത്തൊട്ടുകൾ അച്ഛനെ ഏൽപ്പിച്ചുകൊണ്ട് 8 വയസ്സുകാരി പറഞ്ഞു. അപ്പോൾ അപ്പ ഇത് കേരളാവുക്ക് കൊടുക്കോ?
അപ്പ ഇത് കേരളാവുക്ക് കൊടുങ്കോ. ഈ അനുഭവത്തെ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പഴഞ്ചൊല്ലിനെ മുൻനിർത്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ കൂട്ടുകാരെ, നമ്മളോട് എന്താണ് വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കാം. അണ്ണാറക്കണ്ണനും തന്നാലായത് അവനവന് പറ്റുന്ന കാര്യങ്ങൾ മടി കൂടാതെ ചെയ്യണമെന്ന് അർത്ഥമാക്കുന്ന ശൈലി. ലങ്കാധിപനായ രാവണൻ സീതാദേവിയെ മോഷ്ടിച്ചു കൊണ്ടുപോയി. സീത ലങ്കയിലുണ്ടെന്ന് മനസ്സിലാക്കി ശ്രീരാമൻ അവിടേക്ക് പ്രവേശിക്കാൻ മറ്റു വഴികൾ ഇല്ലാത്തതിനാൽ സമുദ്രത്തിലൂടെ പാലം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. വാനരന്മാർ വലിയ പാറകളും മണ്ണുമെല്ലാം തലയിലേറ്റി കൊണ്ടുവന്ന് പാലത്തിലിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ശ്രീരാമൻ ആ കാഴ്ച കണ്ടത്. ഇത്തിരിയോളം പോന്ന അണ്ണാറക്കണ്ണൻ വെള്ളത്തിൽ മുങ്ങി പൂഴിയിൽ കിടന്നുരുണ്ട് മേനിയിൽ പറ്റിപ്പിടിച്ച മണ്ണും മണലും അണ കെട്ടുന്നിടത്ത് കുടഞ്ഞു വീഴ്ത്തുകയാണ്. വീണ്ടും വീണ്ടും അണ്ണാറക്കണ്ണൻ ഇതുതന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെന്നൈക്കാരി അനുപ്രിയയുടെ പ്രവൃത്തി അണ്ണാറക്കണ്ണൻ്റെ പ്രവൃത്തി പോലെയാണ്. തന്നെ നിസ്സാരമായ സമ്പാദ്യം വലിയൊരു പ്രവർത്തനത്തിന് വേണ്ടി കൈമാറാൻ കാണിച്ച നല്ല മനസ്സ്. ഉപകാരം ചെയ്യാൻ സാധിക്കുമ്പോഴെല്ലാം മടി കൂടാതെ ചെയ്യണമെന്ന പാഠം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ കൂട്ടുകാരൻ എന്തു ചെയ്യുക? ഇതുപോലൊരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. പ്രവർത്തനം 4 എന്താണ്? ആസ്വാദനക്കുറിപ്പാണല്ലേ. വൈകി വന്ന പൂവിനെ കൂട്ടുകാരൻ എന്ത് ചെയ്യുക? പി മധുസൂദനൻ നായരുടെ കവിതാഭാഗം നന്നായി വായിച്ചു നോക്കുക. ഇനി നമുക്ക് ചോദ്യം നോക്കാം. പ്രകാശം പരത്തുന്നവർ എന്ന യൂണിറ്റിലൂടെ അറിഞ്ഞ കാര്യങ്ങളും കവിതയിലെ ആശയവും പരിശോധിച്ച് കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ അറിയാം. ഓക്കെ, നമുക്ക് എഴുതി നോക്കിയാലോ. പി മധുസൂദനൻ രചിച്ച ചെറു കവിതയാണ് വൈകി വന്ന പൂവിന്. വൈകി വിടർന്ന പൂവിനോട് തൻ്റെ സുഗന്ധം അവിടെയൊക്കെ വിതറാനും പുഞ്ചിരിക്കുന്ന പൂവിൻ്റെ വെളിച്ചം ഉലകിനാകെ നൽകാനും കവി ആഹ്വാനം ചെയ്യുന്നു. പ്രകാശം പരത്തുന്നവർ എന്ന യൂണിറ്റിൽ 3 പാഠങ്ങളാണ് ഉള്ളത്. മരണമില്ലാത്ത മനുഷ്യൻ, കണ്ടാലറിയാത്തത്, ഗുരുപ്രസാദം എന്നീ പാഠങ്ങളിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വ്യക്തിത്വങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റുള്ളവർക്ക് നന്മയും നല്ലതും ചെയ്ത് ലോകത്തിന് മാതൃകയാകാൻ കവി പൂവിനോട് പറയുന്നു. ലളിതമായ ഭാഷ, നല്ല ഈണത്തിൽ വായിക്കാനാകും തുടങ്ങിയ പ്രത്യേകതകൾ ഈ കവിതയിൽ കാണാം. കണ്ണുകൊണ്ടൊരു ഉമ്മ എന്ന മനോഹരമായ പ്രയോഗം മനസ്സിൽ നിന്നും മായില്ല. അപ്പോൾ കൂട്ടുകാരും ഇതുപോലൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമല്ലോ. ഓക്കെ, ദെൻ പ്രവർത്തനം 5 നോക്കിയാലോ. താരതമ്യക്കുറിപ്പാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. അമ്മ വരാന്തയുടെ തുടക്കത്തിൽ ഒരു ഇല വയ്ക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ നിലത്ത് വെച്ച ഇലയിൽ അമ്മ ഒരു ചോറുരുള വെച്ചു. ഞാൻ ഉരുളിലേക്ക് നോക്കി. ചോറും പരിപ്പും നെയ്യും പപ്പടവും കൂടി യോജിപ്പിച്ച് ഉരുട്ടിയെടുത്തതായിരുന്നു അത്. അങ്ങനെ വരാന്തയിൽ ഇടയ്ക്കിടെ ഞാൻ ഇല വയ്ക്കുകയും അമ്മ ഉരുള വയ്ക്കുകയും ചെയ്തു. അതിനിടെ ഞാൻ ചോദിച്ചു, ഇതെന്തിനാണമ്മേ? ഓണമല്ലേ മോനെ, ഓണത്തിന് ഉറുമ്പിനും കൊടുക്കണം. അമ്മ പറഞ്ഞു, ഉറുമ്പിനോ? ഉറുമ്പിനെന്തിനാ കൊടുക്കുന്നേ? ഞാൻ തർക്കിച്ചു. മോനെ, ഉറുമ്പും ദൈവസൃഷ്ടിയല്ലേ, അതിനും വിശപ്പില്ലേ? അതുപോലും വിശന്നിരുന്നാൽ ഓണം ഓണമാവുകയില്ല. പ്രൊഫസർ എസ് ശിവദാസിൻ്റെ ലേഖനത്തിൻ്റെ ഒരു ഭാഗമാണിത്. ജൈവമീ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുവിൻ എന്ന് അബ്ദുറഹിമാൻ സാഹിബ് നമ്മോട് പറയുന്നു. ആരോടും സ്നേഹമില്ലാത്ത, ഒന്നിനോടും സ്നേഹമില്ലാത്ത എത്ര പ്രവൃത്തികളാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യങ്ങളും മുകളിൽ നൽകിയ ലേഖന ഭാഗത്തിലെ ആശയവും തമ്മിൽ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എന്താണ്? താരതമ്യ കുറിപ്പ് എഴുതാനാണല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കാം. ഓക്കെ, നമുക്ക് എഴുതാം. പ്രൊഫസർ എസ് ശിവദാസിൻ്റെ വായനാക്കുറിപ്പിൽ മറ്റു ജീവികളെയും സ്നേഹിക്കാൻ അദ്ദേഹത്തിൻ്റെ അമ്മ പഠിപ്പിക്കുന്നു. ഉറുമ്പും ദൈവസൃഷ്ടിയാണെന്നും അതിനെ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ജൈവമീ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കാൻ ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് അബ്ദുറഹിമാൻ സാഹിബ്. ഇത്തരം മഹത്തായ കാഴ്ചപ്പാടുള്ളവർ കുറവാണ്. ആരോടും ഒന്നിനോടും സ്നേഹമില്ലാതെ മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന പ്രവൃത്തികൾ തിരുത്താൻ സമയമായി എന്നാണ് ഈ വായനാക്കുറിപ്പുകൾ താരതമ്യം ചെയ്യുമ്പോൾ തെളിയുന്നത്. ഓക്കെ, ഇതിന് നമുക്ക് പ്രവർത്തനം 6 നോക്കാം. ലഘു ഉപന്യാസം.
യാതൊരു ഭേദവുമില്ലാതെ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കാൻ അബ്ദുറഹിമാൻ സാഹിബും ശ്രീനാരായണ ഗുരുവും നമ്മോട് ആവശ്യപ്പെടുന്നു. കേരളത്തിൽ വലിയ ദുരന്തമുണ്ടായപ്പോൾ ഇത്തരത്തിലുള്ള പല നന്മകളും നാം കാണുകയുണ്ടായി. ജീവൻ പണയം വെച്ച് മറ്റുള്ളവരുടെ രക്ഷയ്ക്കെത്തുന്നവർ, മകളുടെ വിവാഹത്തിനു നീക്കിവെച്ച പണം നൽകിയവർ, സമ്പാദ്യക്കൊടുക്ക അപ്പാടെ ഏൽപ്പിക്കുന്ന കുട്ടികൾ, ജാതിയും മതവും നോക്കാതെ ജനങ്ങളെ സഹായിക്കുകയും സൗകര്യമൊരുക്കുകയും ചെയ്യുന്ന ആരാധനാലയങ്ങൾ, അങ്ങനെ എത്രയോ കാഴ്ചകൾ. ഇവരും പ്രകാശം പരത്തുന്നവരല്ലേ? പ്രകാശം പരത്തുന്നവർ എന്ന പാഠഭാഗങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയ മനുഷ്യസ്നേഹം, അനീതികളെ എതിർക്കൽ എന്നീ ആശയങ്ങളെ ഉൾപ്പെടുത്തി അതിരില്ലാത്ത സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ച് ലഘു ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ കൂട്ടുകാരെ, എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? അതെ, ലഘു ഉപന്യാസം എഴുതാനാണല്ലേ. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കിയാലോ? ഓക്കെ, നമുക്ക് എഴുതാം. അതിരില്ലാത്ത സ്നേഹം. ഭൂമി അടക്കി വാഴുന്ന മനുഷ്യൻ ജാതി, വർണ്ണം, സാമ്പത്തിക സ്ഥിതിയുടെ വേർതിരിവിൽ പരസ്പരം തമ്മിലടിക്കുന്നു. ഈയൊരു സാഹചര്യത്തിൽ വേർതിരിവുകൾ അവസാനിപ്പിച്ച് പരസ്പരം സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്നതിനാണ് ഈ ഉപന്യാസത്തിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. യാതൊരു ഭേദവുമില്ലാതെ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കാനാണ് അബ്ദുറഹിമാൻ സാഹിബും ശ്രീനാരായണ ഗുരുവും നമ്മെ പഠിപ്പിച്ചത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നതായിരുന്നു ഗുരുദേവൻ്റെ മുദ്രാവാക്യം. കേരളത്തിൽ വലിയ ദുരന്തമുണ്ടായപ്പോൾ ജാതി, വർണ്ണ, സാമ്പത്തിക വ്യത്യാസം ആരും ശ്രദ്ധിച്ചില്ല. കൊച്ചുകുട്ടികൾ പോലും അവരുടെ സമ്പാദ്യം ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് നൽകി. ഈ മാതൃകകൾ ദുരന്ത സമയത്ത് മാത്രം പോരാ, എപ്പോഴും എന്നും സഹജീവികളെ സ്നേഹിക്കാൻ കഴിയുമാറാകട്ടെ. ഓക്കെ കൂട്ടുകാരും ഇതുപോലെ ലഘു ഉപന്യാസം തയ്യാറാക്കുമല്ലോ. ഓക്കെ, അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.